ഇത് നിസ്കാരത്തിൽ വേണം, അല്ലാതിരുന്നല്ല. മറ്റേത് സുബഹി കഴിഞ്ഞ് പള്ളി കഴിഞ്ഞിട്ട് പള്ളിയുടെ മുറ്റത്തൂടെ ഒരു നടത്തമുണ്ട്. എന്നിട്ട് ഉസ്താദ് എന്താ എടുക്കുന്നത്, മുത്തല്ലിങ്ങൾ എന്താ എടുക്കുന്നത്, മുഴുവൻ തസ്മീ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആചാര്യ. സംഭവം 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ വന്നത്. എന്നിട്ട് ഇങ്ങനെ വരാന്തേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, കൗമിനെ മുഴുവൻ കാണിക്കണം, തസ്ബീഹ് ഇട്ട് ഇങ്ങനെ ആട്ടി നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ദിക്ർ ചെല്ലല്. യഥാർത്ഥത്തിൽ അവിടെ ഇരുന്ന് ദിക്ർ ചെല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താ? ഖൗമൻ സല്ലബു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ. സയ്യിദുനാ റസൂലുള്ളാഹി സുബൈ നമസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഉദയം വരെ ദിക്ർ ചൊല്ലി ആരെങ്കിലും നിലകൊണ്ടാൽ പരിപൂർണമായ ഉംറ നിർവഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഉമ്മമാർക്ക് വേണ്ടി പറയുന്നതാണ്. ഉപ്പമാര് പ്രായം ചെന്ന പല ആളുകളും പള്ളിയിൽ വന്നിട്ട് നേരത്തെ കയറി ഇരുന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നവരുണ്ട്. പള്ളിയിൽ എന്തിനാ ഉദയം എന്നൊരു ടൈം കൊടുത്തിരിക്കുന്നത്? എന്തിനാ? ഈ ഉദയം വരെ ദിക്ർ ചെല്ലാനാണ്. അല്ല, ഇതെന്തിനാ ഉദയത്തിന് പ്രത്യേക നിക്കാരമുണ്ടോ? അല്ലല്ലോ. ആ ഉദയത്തിന്റെ സമയം വരെ അവിടെ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലി നിലകൊള്ളാൻ. സല്ലവു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ. സയ്യിദുനാ റസൂലുള്ളാഹി നബി 3 വട്ടം പറഞ്ഞു, പൂർണ്ണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് ദിക്ർ ചെല്ലുമ്പോൾ നല്ലതുപോലെ ചൊല്ലിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഒരു 100 സ്വലാത്ത് കൂടി ചെല്ലണേ. നിർത്തുകയാണ് ഞാൻ. 100 സ്വലാത്ത് കൂടി ചൊല്ലിക്കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് ഹാലങ്ങ് മാറുകയാണ്. വല്ലാത്തൊരനുഭൂതിയുടെ ലോകത്തേക്ക് എത്തുകയാണ്. അല്ലാഹയല്ലാത്ത മറ്റൊരു ചിന്ത ഹൃദയത്തിലില്ലാത്ത ഒരവസ്ഥ. ഈ ഭൗതികമാകുന്ന ലോകത്തിന്റെ ആഡംബരാസ്വാദനങ്ങൾ മുഴുവനും മറന്ന ഒരു ലോകത്തേക്ക് പോവുകയാണ്. സ്വർഗീയമാകുന്ന അനുഭൂതികളും ആസ്വാദനങ്ങളുമല്ല ലക്ഷ്യം, അല്ലാഹുവിലേക്ക് മാത്രമായി ഹൃദയം ദിക്ർ ചൊല്ലി 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 അങ്ങനെ മുഴുകി അങ്ങ് നിലകൊള്ളുകയാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ഖദ് അഫ്ലഹ മൻ തസക്കാ. ഹൃദയത്തെ സംശുദ്ധീകരിച്ചവൻ തീർച്ചയായും രക്ഷ പ്രാപിച്ചവനാണ്. ആരാണവൻ? അവർക്കെങ്ങനെയാണ് ഹൃദയത്തെ സംശുദ്ധീകരിക്കാൻ സാധിക്കുന്നത്? വദകറ ഇസ്മ റബ്ബി. റബ്ബിന്റെ നാമം നല്ലതുപോലെ സ്മരിക്കാൻ കഴിയുന്നവർക്ക്, ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളാൻ കഴിയുന്നവർക്ക്, അല്ലാഹു എന്ന ചിന്തയിൽ നിലകൊള്ളാൻ സാധിക്കുന്നവർക്ക്. അതേത് നിലയിലാണ് ദിക്റിൽ ചെല്ലേണ്ടത്? മുഅ്മിനീങ്ങൾ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅശിയ്യാ. മുഅ്മിനീങ്ങളെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന് അധികമായി നിങ്ങൾ ദിക്ർ ചൊല്ലണേ. ഈ അധികം ഏത് നിലയ്ക്കാണ്? ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. 3 രീതിയാണ് മനുഷ്യനുള്ളത്. ഒന്നില്ലെങ്കിൽ നൃത്തം, അല്ലെങ്കിൽ ഇരുത്തം, അല്ലെങ്കിൽ കിടത്തം. ഈ 3 സമയത്തും പടച്ച റബ്ബാകുന്ന അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവൻ തീർച്ചയായും രക്ഷപ്പെട്ടു. ഖദ് അഫ്ലഹ മൻ തസക്കാ. ഹൃദയത്തെ സംശുദ്ധീകരണം നടത്തി ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടവൻ തീർച്ചയായും വിജയിച്ചവനാണ്. ഫസല്ല. പരിശുദ്ധമാക്കപ്പെട്ട റജബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി മുഖേന നിന്റെ കൈകളിലേക്ക് നൽകിയ നമസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകുന്ന മനുഷ്യ, നീ വിജയിച്ചവനാണ്, നീ രക്ഷപ്പെട്ടവനാണ്, നീ രക്ഷപ്പെട്ടവനാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര വാഴ്ന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇമാമ് നിനക്ക് വേണ്ടി മെഹ്റാബിലിരുന്നു കൊണ്ട് ഈ സൂറത്തുൽ അഅല പാരായണം ചെയ്താലും, ഇത് പാരായണം ചെയ്യൽ സുന്നത്താക്കിയാലും നീ പഠിക്കുന്നില്ല. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. 2021 നീ കടന്നപ്പോഴും നീ പഴയ രീതി തന്നെയാണ്. മുൻഗാമികൾ ചെയ്തു വെച്ച ഏതൊരു പ്രവർത്തന മേഖലയാണോ, കള്ളു കുടിച്ചു
കുടിച്ചുകൊണ്ട് നീ നിലകൊള്ളുകയാണ്, വ്യഭിചരിച്ചുകൊണ്ട് നീ നിലകൊള്ളുകയാണ്, സിനിമ കണ്ടുകൊണ്ട് നീ നിലകൊള്ളുകയാണ്, പെങ്ങളെ നീ സീരിയൽ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടുകൊണ്ടിരിക്കുകയാണ്, മോശപ്പെട്ട സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. കേൾക്കുന്നതും ഹറാം, കാണുന്നതും ഹറാം, പിടിക്കുന്നതും ഹറാം, നടക്കുന്നതും ഹറാം, എല്ലാ നിലക്കും മോശമായ പ്രവർത്തനവുമായി നീ മുന്നേറുകയാണ്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, എന്നാൽ പഠിച്ചു വെക്കേണ്ട പാഠം വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ആഖിറമാണ് എന്നെന്നും ശാശ്വതത്വം ലഭിക്കുന്നവൻ. ഈ ദുനിയാവ് ശാശ്വതത്വമുള്ളതല്ല, ഇത് നശിക്കാനുള്ളതാണ്, നശിക്കാനുള്ളതാണ്. 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് പോകണമെന്നുള്ള വിചാരം മനുഷ്യാമാനവ പെങ്ങളെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. നീ മോശപ്പെട്ട പ്രവർത്തനത്തിലേക്ക് പോകരുതേ. നിന്റെ ഭർത്താവിനനുസരിച്ചുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ ഇബാദത്തുമായി കഴിയണേ. നിന്റെ നമസ്കാരം വീട്ടിലാണ്, നിന്റെ ദിക്റ് നീ വീട്ടിലാണ്, നിന്റെ ഇബാദത്ത് കണിശത വെക്കേണ്ടത് പെങ്ങളെ വീട്ടിലാണ്. പുരുഷന്മാരെ നിന്റെ വീടിന്റെ അകത്തലങ്ങൾ നീ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുതേ, ശ്മശാനമാക്കരുതേ, മൂകമാക്കരുതേ. ഫൈനൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. ഉസ്താദേ എന്റെ വീട്ടിൽ പൈശാചികതയാണ്, എനിക്ക് പിടിച്ചാൽ അതിനെ ക്ലാവ് പിടിച്ചാൽ എങ്ങനെയാണ് മാറ്റുക റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ സബ ദിക്റുൽ മൗതി വതിലാവത്തുൽ ഖുർആൻ, 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധമായ റജബിദ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യേണ്ട മാസമാണ്. പവിത്രമായ റമദാനിന് മുന്നൊരുക്കം നടത്തേണ്ട മാസമാണ്. നമസ്കാരം നൽകപ്പെട്ട മാസമാണ്, പവിത്രമാക്കപ്പെട്ട മാസമാണ്. റസൂലുള്ളാഹി അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തയ്യാറെടുത്ത മാസമാണ്. ഈ മാസത്തെ നിങ്ങൾ പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിക്കണേ. ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണേ. ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണേ. ദിക്റുൽ മൗത് വതിലാവത്തുൽ ഖുർആൻ, 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന് മരണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ അടുത്ത നിമിഷം ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. എത്രയെത്ര ഔലിയാക്കൾ, എത്രയെത്ര മഹത്തുക്കൾ ഈ ലോകത്ത് മുഴുവനും കാരുണ്യം വാരി വിതറിയ കാരുണ്യത്തിൻ്റെതാകുന്ന തിരുദൂതർ ഹബീബ് മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ ഹൃദയം വരുത്തിയ ലോകത്തിന് മുഴുവനും മഹിമാകുന്ന ആദർശം പരത്തിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ സഹോദര? അതുകൊണ്ട് നീ മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തെ നീ മറക്കരുതേ. അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണ്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വഫാത്തായി, ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ജിസ്മിൽ അദീൽ ജിമീർ റളിയല്ലാഹു അൻഹു മഹത്തുക്കൾ വഫാത്തായി. എല്ലാ ഔലിയാക്കളും എല്ലാ അമ്പിയാക്കളും എല്ലാ മഹത്തുക്കളും ഇതാ വഫാത്തായിരിക്കുകയാണ്. ലോകത്ത് എത്രയോ മോശപ്പെട്ട ആളുകൾ കടന്നുപോയിട്ടുണ്ട്. എത്രയോ ഏകാധിപതികൾ, എത്രയോ സ്വേച്ഛാധിപതികൾ, ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ നമ്രൂദ് ഇന്ന് എവിടെ പോയടാ? എവിടെ പോയടാ ഫിറഔൻ? എവിടെ പോയടാ ഹാറൂൻ? എവിടെ പോയടാ ഹാമാൻ? എല്ലാവരും ഖബറിലാണ്, ഖബറിലാണ്, ഖബറിലാണ്. അടുത്ത സെക്കൻഡിൽ ഞാനും ഇതാ മരിക്കുമെന്നുള്ള ബോധം നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. നിന്റെ കൂട്ടുകാരനോട് നീ പോരടിക്കല്ലേ, നിന്റെ അയൽവാസികളോട് നീ പോരടിക്കല്ലേ, നിന്റെ സമൂഹത്തോട് നിനക്കുള്ള പ്രതിബദ്ധത നീ മറക്കല്ലേ. നിന്റെ നാട്ടിലുള്ളതാകുന്ന ICSന്റെ സ്ഥാപനത്തെ നീ ഒരിക്കലും മറക്കല്ലേ, മറക്കല്ലേ. ദീനിന്റെതാകുന്ന കാവൽ ഭടന്മാരാണിവർ. ഈ പരിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കാൻ നിലകൊണ്ടവരാണ്. 100ഓളം വരുന്നതാകുന്ന പാവപ്പെട്ടതാകുന്ന മുഅല്ലിമീങ്ങൾ, പാവപ്പെട്ടതാകുന്ന മുതഅല്ലിമീങ്ങൾ, അവർ ഈ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി നാളെ ഈ ലോകത്തിന് ദീൻ പറഞ്ഞു കൊടുക്കാൻ കർമ്മഗോതയിലേക്ക് ഇറങ്ങുന്നതായ മഹത്തുക്കളാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇവിടെ അടങ്ങിയിരിക്കുന്ന മജീദ് ഉസ്താദ് അടക്കമുള്ള മഹോന്നതരുടെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആളയുടെ
കാവൽ ഭടന്മാരാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നീ നിലകൊള്ളണേ. നമ്മുടെ നാടിൽ ഒരു ആത്മീയ വെളിച്ചമുണ്ടാകണം, ആത്മീയമാകുന്ന സ്ഥാപനം നിലനിൽക്കണം. അതിനെന്ത് വേണമെങ്കിലും നൽകാനാ തയ്യാറാ. എന്റെ കയ്യിലുള്ള സമ്പത്ത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ശരീരം കൊണ്ട് ഞാൻ ഇതാ സന്നദ്ധനാണ്, സാമ്പത്തികമായി ഞാൻ സന്നദ്ധനാണ്, മനസ്സുകൊണ്ട് ഞാൻ സന്നദ്ധനാണ്. സഹോദര സഹോദരി, നീ തയ്യാറെടുക്കണേ. നീ അപ്പോഴാണ് ഈ ദീനിനെ ശക്തിപ്പെടുത്തുന്നുള്ളൂ. അമ്പിയാക്കൾ മുഖേന കൈമാറി തന്ന ഹിദായത്ത്, സഹാബത്ത് മുഖേന കൈമാറി തന്ന ഹിദായത്ത്, താബികൾ മുഖേന കൈമാറി തന്ന ഹിദായത്ത്, തബഉ താബികൾ മുഖേന കൈമാറി തന്ന ഹിദായത്ത്, അയിമ്മത്തുകളാകുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ശേഷം വന്ന മുഹയ്യദ്ദീൻ ശൈഖിനെ പോലെ, റിഫായി ശൈഖിനെ പോലെ, അജ്മീർ ഹോജയെ പോലെ, ശേഷം വന്നതാകുന്ന ഇമ്മത്തുകളെ പോലെ എല്ലാ ഇമാമിങ്ങളും കൈമാറി 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 ഈ ദീനിനെ നമ്മുടെ കൈകളിലേക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൽമ പഠിച്ചെടുക്കേണ്ടത് ഉലമാക്കളുടെ വായിൽ നിന്നാണ്. ഇമാം നവവി തങ്ങൾ ശർഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന മജ്മൂഇന്റെ തുടക്കത്തിൽ ഒരു ആവർത്തി രേഖപ്പെടുത്തുകയാണ്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബി. കിതാബിന്റെ ഉള്ളറകളിൽ നിന്നല്ല നീ ഇൽമ പഠിക്കേണ്ടത്, നീ ഇൽമ പഠിക്കേണ്ടത് ഉസ്താദുമാരുടെ വായിൽ നിന്നാണ്. ആലിമീങ്ങൾ എന്ത് പറയുന്നു? കിതാബിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തിരിഞ്ഞത് ഇങ്ങനെയാണ്, ഉസ്താദ് പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞതാകുന്ന ചേകന്നൂർ ഇന്ന് എവിടെ പോയി? പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ആലിമീങ്ങളെ വകവെക്കണേ, പണ്ഡിതന്മാരെ ബഹുമാനിക്കണേ, ഉസ്താദുമാരെ ബഹുമാനിക്കണേ. അവരെ പഠിപ്പിച്ചു തരുന്നത് മാത്രമാണ് ഇൽമ്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ കുതുബി. കിതാബിന്റെ ഉള്ളറകൾ നിനക്ക് ഹർഫ് തിരിയുമ്പോ ഇങ്ങനെയാണല്ലോ കടക്കുന്നതെന്ന് നിനക്ക് തോന്നാം. പക്ഷെ ഉസ്താദ് എന്തർത്ഥം വെക്കുന്നു അത് വേണം നീ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. കാരണം ഈ ദീന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് നൽകിയതാണ്. റസൂലുള്ളാഹിക്കാണല്ലോ വിശുദ്ധമായ ഖുർആൻ അവതീർണമായത്. അലിഫ് ലാം റാ ഇന്നാ അൻസൽനാഹു ഇലൈക. ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് തങ്ങൾക്കാണ് നബി. ഈ ഖുർആനിന്റെ പ്രതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കോപ്പികൾ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തതല്ല. ഇത് വിളിച്ചു കൊടുക്കേണ്ടത്, ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മുത്ത് നബി മുഖേനയാണ്. ലിതുഖ്രിജന്നാസ മിനൽ-ളുലമാതി ഇലൻ-നൂർ. തങ്ങൾ വേണം ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ പ്രഭയിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് തങ്ങളുടെ കൈവെള്ളയിലേക്ക് നാം ഇതാ ഖുർആൻ അവതരിപ്പിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് ഖുർആൻ കൊടുത്തു. റസൂലുള്ളാഹി അതിനെ വിശദീകരിച്ചു. റസൂലുള്ളാഹി വിശദീകരിച്ചതുപോലെ സ്വഹാബത്ത് വിശദീകരിച്ചു. അതിനുശേഷം വന്നതാകുന്ന അയിമ്മത്തുകൾ വിശദീകരിച്ചു. അതേ നിലയ്ക്ക് തന്നെ നമുക്ക് ഉലമാക്കൾ കൈമാറി തരുന്നു. ഈ ഇൽമിനെ അതേപോലെ തന്നെ അമാനത്തെന്ന നിലയ്ക്ക് പരിപൂർണമായ കർമ്മം നമ്മൾ ലോകത്ത് നിർവഹിക്കണേ, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അങ്ങനെ എത്തിച്ചു കൊടുത്തത് കൊണ്ടാണ് ഔലിയാക്കളിൽ പ്രമുഖനായി ഇന്ത്യയുടെ നേതൃത്വമായി രാജാവായി അപമാനപ്പെട്ട ഖ്വാജാ മുഈനുദ്ദീൻ ദിസീൽ അജ്മീരി റളിയല്ലാഹു അൻഹു എത്തിയത്. പരിപൂർണമായി ആ അമാനത്ത് നിർവഹിച്ചു. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അയച്ചത്. നീ പൊയ്ക്കോ, എവിടേക്ക്? ഇന്ത്യയിലേക്ക് വെക്കോ. ദാക മസ്കനുക വ മദ്ഫനുക. അവിടെ തന്നെയാണ് നിന്റെ താമസവും, അവിടെ തന്നെയാണ് നിന്റെ ഖബറും. സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് സ്വപ്നത്തിലൂടെ അറിയിച്ചതിന് പ്രകാരമാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ വന്നത്. എല്ലാം ഖുദ്സിയായ ഇലാഹിയായ ഉണർവിലൂടെ മാത്രമേ ബഹുമാനപ്പെട്ടവർ തീരുമാനം എടുക്കാറുള്ളൂ. ഇതിനിടയിൽ വലിയ സംഭവമുണ്ട്, ചരിത്രമുണ്ട്, പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടത്. ഞാൻ അല്പസ്വല്പം മാത്രം പറഞ്ഞു എന്ന് മാത്രം. അവരുടെ പൊരുത്തം ലഭിക്കാൻ, അവരുടെ ഒരു മദദ്, അവരുടെ ഒരു ഹിഫ്ള്, ഹിമായത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ മഹാന്മാര് കൈമാറെത്തുന്ന ദീന് ഇനി നമ്മൾ കൈമോശപ്പെടുത്താൻ പാടില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ ഉസ്താദ് വിലായത്തിന്റെ അഹലുകാരാണ് അല്ലേ? നമ്മുടെ ഉസ്താദുമാരെ ചിന്തിച്ചു നോക്ക്. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. എൻ്റെ ഉസ്താദ് മന്നപ്പറ്റ ഹംസ ഉസ്താദ് അള്ളാഹു ഒരു കാഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ. ഔക്കുലാത്ത് പഠിക്കാനാണ് ഉസ്താദിന്റെ അടുക്കലേക്ക് പോയത്. എല്ലാ ഇൽമും ഫന്നും നല്ലതുപോലെ കലക്കി കുടിച്ച മഹാൻ. ഒക്കെ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ. അവരുടെയൊക്കെ ഒരു ദറജ നോക്കൂ. ഒക്കെ ഉസ്താദ് ആരാൻ? വിലായത്തിന്റെ അങ്ങേ തലക്കിലെത്തിയ മഹാൻ. അള്ളാഹുരുടെ പൊരുത്തം നൽകട്ടെ. ചിന്തിക്കണം നമ്മൾ. അപ്പൊ എവിടെയാണ് പിഴച്ചത്? നമ്മൾ മുഖേനയാണ് പിഴച്ചത്. നമ്മൾ ഇനി ശരിയായാൽ അടുത്ത തലമുറ ശരിയാവും.
നമ്മൾ പറയും നമ്മുടെ ഉസ്താദ് ഓക്കെ, ഉസ്താദിന്റെ ഉസ്താദോ ഡബിൾ ഓക്കെ, അതിന്റെ മുകളിലോ അതിനേക്കാളോ ഓക്കെ. പിന്നെ എവിടെയാ പ്രശ്നം? എവിടെയാ? നമ്മളാണ് പ്രശ്നം. നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ദീനൊന്ന് പരിപൂർണമായി മുറുകെ പിടിക്കണം. നമ്മുടെ സുന്നത്ത് നമസ്കാരം വിത്ർ, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര ഫൗതിറു യാ അഹ്ലൽ ഖുർആൻ. ഖുർആനിന്റെ അഹ്ലുകാരെ, മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു ഒറ്റയാണ്, ഒറ്റയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ വിത്ർ ഉപേക്ഷിക്കരുത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വിത്ര ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാ സുന്നത്തും നമ്മൾ ഓതുന്ന കാലഘട്ടം മാത്രമല്ല, പിൽക്കാലത്തും ഇമാമത്ത് കിട്ടിയാലും എവിടെയായിരുന്നാലും ദറസായിരുന്നാലും ഒന്നും മുടക്കാൻ പാടില്ല. സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്തായ ഇബാദത്തുകൾ എല്ലാം നമ്മൾ കണിശത വെച്ച് പോകണം. ഇതിനേക്കാളൊക്കെ ഉപരി ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും അത് നിലനിൽത്തക്കത്ത പ്രവർത്തനമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അതില്ലെങ്കിൽ എല്ലാം പോയി. ഈ ഒരു സനതാണ്, ഇതൊരു ചെറിയ കാര്യമില്ല. അതാണ് സനത് എന്ന് പറയുന്നത്. സനത് എന്ന് പറഞ്ഞാൽ നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞ് തരികയല്ലല്ലോ. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന കൈമാറി 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 വന്ന ദീനാണ്. ആ ദീൻ നമ്മുടെ കയ്യിലേക്ക് ഉസ്താദ് തരിക. ആ ഒരു പൊരുത്തം അത് നിലനിർത്തി പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു. അത് കിട്ടിയ കൈക്ക് പിടിച്ചാൽ രക്ഷപ്പെട്ടു. ഉസൈദ് എന്ന് പറയുന്നതാകുന്ന ഒരു സഹാബിയുടെ വീട്ടിൽ പോയി രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഉമൈർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല കൂരാക്കൂരിട്ടാണ്. സഹാബിയാണ്. നല്ല ഇരുട്ട്. ബഹുമാനപ്പെട്ടവർക്ക് വീട്ടിലേക്ക് എത്തണം. വലത് കൈ ഇങ്ങനെ ഉയർത്തിയെന്നാണ്. നോക്കുമ്പോ കൈ ഇങ്ങനെ ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിച്ചു. ആ പ്രകാശത്താൽ അദ്ദേഹം വീടണഞ്ഞു. കൂട്ടുകാരെ ചോദിച്ചു, എന്ത് പറ്റി ഇങ്ങനെ കൈ പ്രകാശിക്കുന്നല്ലോ, ട്യൂബ് ലൈറ്റ് പോലെ? ഒരു ടോർച്ചൊന്നും ഇല്ലാത്ത കാലഘട്ടം, കൈ ഇങ്ങനെ പ്രകാശിക്കാൻ കാരണം അതാണ്. ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മസിസ്തു ബിയമീനി ദക്കരി മുൻദു അന്നി ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ബൈഅത്ത് ചെയ്തു. നബിയുടെ വലത് കൈയിലേക്ക് എൻ്റെ ഈ കൈ അങ്ങോട്ട് ചേർത്ത് വെച്ചതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് ശറഫാക്കപ്പെട്ട മുത്തുനബിയുടെ കൈയിലേക്ക് ചേർത്ത ഈ കൈ കൊണ്ട് എൻ്റെ ജനനേന്ദ്രിയത്തിൽ പിന്നീട് ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. അത് കാരണമായിട്ടാണ് എൻ്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് എന്ന് ഉമൈർ റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ഉമൈർ അങ്ങനെ പറയുമ്പോഴേ നമ്മൾ കേൾക്കുള്ളൂ. അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ. മനസ്സിലായിക്കോ? അതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ ആര് കൈ തൊട്ടാൽ പിന്നെ അതനുസരിച്ച് വേണം നമ്മുടെ ജീവിതം പോകാൻ. കാരണം അവരെ തൊടാൻ നമുക്ക് സൗഭാഗ്യം കിട്ടിയല്ലോ, അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയല്ലോ, അവരിൽ നിന്ന് ഇൽമ് നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകല്ലോ. ഈ ഇൽമിന്റെ കമാലിയത്ത് നമ്മൾ പരിപൂർണമായി നിലനിർത്തണം. അത് നിലനിർത്തിക്കൊണ്ട് പോകണം. ഒരു വ്യാജ തരീക്കത്തിലും കള്ള തരീക്കത്തിലും നമ്മൾ പെടാൻ പാടില്ല. നമ്മുടെ ഉസ്താദ് പഠിപ്പിച്ച ആ തരീക്കത്ത്, ഉസ്താദ് നമുക്ക് കൈമാറി തന്ന ഇജാസത്തുകൾ, ദിക്റുകൾ, ഖുർആൻ ഓതാൻ പറഞ്ഞതാകുന്ന ഇന്ന ഇന്ന കാര്യങ്ങൾ, ഇന്ന നിസ്കാരത്തിന് ശേഷം ഇന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞ ദിക്റുകൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും. അള്ളാഹു നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. നമുക്ക് തന്ന ഇജാസത്തുകൾ അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോരുക. മഹാന്മാരാകും നമ്മുടെ ഉസ്താദ് നമുക്ക് കൈമാറി തന്ന ഇജാസത്ത് അത് നിലനിർത്തിക്കൊണ്ടു പോവുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഈ മഹത്തുക്കൾ മുഖേനയാണ് ഹിദായത്ത് എന്ന കാര്യം നമുക്ക് വ്യക്തമായി. അമ്പിയാക്കൾ മുഖേന, അവരുടെ ശേഷം വന്ന സഹാബത്ത് മുഖേന, ശേഷം വന്ന താബികൾ മുഖേന, അഇമ്മത്തുകൾ മുഖേന, ഉലമാക്കൾ മുഖേന. ഈ അമ്പിയാക്കളുടെ വാരിസീങ്ങളാണ് ആര്? ഉലമാ. അൽ ഉലമാ വറസത്തുൽ അംബിയാ. അമ്പിയാക്കളുടെ സ്ഥാനമാണ് നമുക്ക് നൽകപ്പെട്ടത്. മനസ്സിലാക്കണം ഈ ദീനിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് ആ ഒരു പവിത്രത പരിപൂർണമായി നമ്മൾ കാത്തു സംരക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിച്ചു തരട്ടെ. തങ്ങളൊന്ന് വന്നിരിച്ചോളൂ. ആപ്പിൾ പറഞ്ഞ് തങ്ങൾ കൊടുക്കുമല്ലോ. മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ പിരിവ് തുടങ്ങുന്നതിന് മുമ്പ് എഴുന്നേക്കാൻ തുടങ്ങി. ഇതാണ് ആൾക്കാർ. അവിടെ ഇരിക്കും. എല്ലാവരും ഒന്ന് നോക്കിയാൽ, തിരിഞ്ഞു നോക്കിയാൽ, പോകുന്നവരാന്ന് നോക്കിയാൽ. ഇനി പോകൂല ഒറ്റ. അൽഹംദുലില്ലാഹ്, നമ്മൾ കുറേ ആയില്ല തുടങ്ങി. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഉടായിപ്പോൾ പറഞ്ഞാൽ അവിടെ ഇരുന്നു. അള്ളാഹു ആഫിയത്ത് തരട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സ് തരട്ടെ.
എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീട്ടി തരട്ടെ. തങ്ങളൊരിപ്പുണ്ട്, ദീർഘിപ്പിക്കുന്നില്ല, വേഗം. ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് നല്ല ചെലവുണ്ട്, നിങ്ങൾക്കറിയാവല്ലോ. നമ്മുടെ വീട്ടിലൊരു 5 പേരുണ്ടെങ്കിൽ ആ 5 പേർക്കുള്ളതാകുന്ന ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ എത്ര പ്രയാസപ്പെടാറുണ്ട്. 5 കുട്ടികളേ ഉള്ളൂ, അല്ലെങ്കിൽ 2 കുട്ടികളാണ്, വേണ്ട 1 കുട്ടി. ഇനി കുട്ടിയൊന്നും ഇല്ലെങ്കിൽ പോലും വീട്ടിലെ ചെലവ് എത്രയാ? ഒരാളും ഇല്ലെങ്കിൽ പോലും, ഭാര്യയും ഭർത്താവും ഉള്ളെങ്കിൽ പോലും അവർക്കുള്ള ബുദ്ധിമുട്ട് എത്രയാണ്? എങ്കിൽ ഇത്രയേറെ കുട്ടികളെ, 150-150 കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമാണോ? ഗൗരവമുള്ള വിഷയമല്ലേ? എത്രയാ അവർക്ക് 3 നേരവും ആഹാരം കറക്റ്റായിട്ട് കൊടുക്കണ്ടേ? രാവിലെ വൈകുന്നേരം ഉള്ളവർക്കുള്ള ചായ കൊടുക്കണ്ടേ? ഇതൊക്കെ നല്ല വൃത്തിയായി കൈകാര്യം ചെയ്യണ്ടേ? വളരെ റാഹത്തായ നിലയിൽ അൽഹംദുലില്ലാഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. അതും ഈ കോവിഡ് എന്ന മഹാമാരി ഇത്രയും പിടിച്ചുലച്ചതാകുന്ന ഈ സമയത്തും മുഴുവനും നല്ല രീതിയിൽ സമുന്നതരാകുന്ന ആലിമീങ്ങളുടെ കീഴിൽ പഠിച്ച് സനത് വാങ്ങിയിട്ട് പോകുന്നു. ഒരു കൊല്ലം അതിനു വേണ്ടി അവർ വിനിയോഗിക്കാം. അൽഹംദുലില്ലാഹ് അങ്ങനെയുള്ള നല്ല സമുന്നതരാകുന്ന ബിരുദധാരികളാകുന്ന മക്കളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്നതാകുന്ന ഭക്ഷണം ആലിമീങ്ങൾക്കാണ് എന്നുകൂടി മനസ്സിലാക്കാം. മുത്തഅല്ലിമീങ്ങളെക്കാൾ ഉപരി ആലിമീങ്ങൾ കൂടിയാണ്. അള്ളാഹു ഇൽമിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. ധാരാളം നാഫിയ ഇൽമ നമുക്കെല്ലാവർക്കും അള്ളാഹു ഏറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്ത് വേണം? ഈ ഇരിക്കുന്ന ഓരോ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ, ബാക്കിലുള്ള സഹോദരങ്ങളൊക്കെ നല്ല രീതിയിൽ സദഖ ചെയ്യാൻ തയ്യാറാകണം. ബഹുമാനപ്പെട്ടതാകുന്ന തുടങ്ങി വെച്ച താജുദ്ദീൻ അല്ലേ, താജുദ്ദീൻ ഹാഷിമി, മാഷാ അല്ലാഹ്, നമ്മുടെ ഒരു ഹാഷിമി ബിരുദധാരി കൂടിയാണ്. അദ്ദേഹം 10,000 രൂപ ഖുലൂ തക്ബീർ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. താജുദ്ദീൻ ഹാഷിമി എന്ന സഹോദരന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ, കടമില്ലാത്ത ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തഅല്ലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായി വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. ആലിമീങ്ങളെയും ദീനിന്റെ അഹ്ലുകാരോടും സ്നേഹം വെച്ചിട്ട് നൽകിയതാണ് 10,000 രൂപ, പരിപൂർണമായ കബൂലാക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സ്വീകരിക്കണേ അല്ലാ. നമ്മളിപ്പോൾ ബർത്ത്ഡേ ആഘോഷമാണ് ഇല്ലേ? കുട്ടികൾ ജനിക്കുമ്പോൾ വർഷത്തിൽ ബർത്ത്ഡേ. ഞാൻ എപ്പോഴും സ്ഥാപനങ്ങളിൽ പ്രഭാഷണം നടത്തുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഈ ബർത്ത്ഡേ ആഘോഷമൊക്കെ മാറ്റി വെച്ചിട്ട്, ഈ കേക്ക് മുറിക്കലും കിറിയിൽ അങ്ങോട്ട് തേച്ചു കൊടുക്കലും ഒക്കെ നിർത്തി വെച്ചിട്ട്, ആ കുട്ടിയെ വിളിച്ചിട്ട് നേരെ സ്ഥാപനത്തിൽ വരും, ഇത്തരത്തിലുള്ള ദീനിയായ സ്ഥാപനങ്ങളിൽ വരും. എന്നിട്ട് ആ മുത്തഅല്ലിമീങ്ങളുടെ ആലിമീങ്ങളുടെ സബദത്തിൽ വന്നിരിക്കും, ഒരു ഫാത്തിഹ ഓതി ഉസ്താദുമാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. കുറഞ്ഞ നേരമുള്ള ഏതെങ്കിലും ഒരു വഖത്ത് കഴിഞ്ഞ് അവർ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് കൂടെ ഇറങ്ങുമ്പോൾ ആ കുട്ടികളൊക്കെ എല്ലാവരെയും ഒന്ന് വിളിച്ചിട്ട് ചെറിയ ദുആ, എന്നിട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം. എന്ത് റാഹത്താണ്! അങ്ങനെ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ പരിശ്രമിച്ചാൽ സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് സ്ഥാപനങ്ങളൊക്കെ റാഹത്തായിട്ട് നടന്നു. ഇത് 2,500 രൂപയുടെ കേക്ക് വാങ്ങിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുണ്ടേ തേച്ച് കളിക്കുകയാണ്. ലാസ്റ്റ് പിന്നെ മുഖത്തെല്ലായിട്ട് ഒന്നായിട്ട് കുട്ടുകയാണ്. കുറച്ചാളുകൾ കേക്ക് വാങ്ങിച്ചിട്ട്, നല്ല അമേദ്യത്തിന്റെ രൂപത്തിൽ കേക്ക് വാങ്ങിച്ചിട്ട് കല്യാണത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി കളിക്കുകയാണ്. ഇതാണ് ആളുകൾ. അല്ലാഹു ആക്കട്ടെ.